ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനുസ്ലൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ മസാലയാണ് ഞാൻ ആദ്യം റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയതും ഒരു 3 ഗ്രാമ്പൂവും 2 ഏലക്കയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു ചീനച്ചട്ടിയിൽ വറുത്തെടുക്കുകയാണ്. ഇതൊരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 1 കിലോ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ മസാലയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പൊടികളും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇത് കുറേ സമയമെടുക്കും ഇങ്ങനെ വറുത്തെടുക്കാൻ. പക്ഷേ ഹൈ ഫ്ലെയിമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കറിയുടെ രുചിയെല്ലാം പോവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഇപ്പം സമയമെടുത്ത് തന്നെ വറുത്തെടുക്കണം, എന്നാലേ നമുക്ക് ആ കറിയുടെ കറക്റ്റായിട്ടുള്ള രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഷെയർ ചെയ്യുക. ഇതൊരു പഴയകാല കറിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും കുറച്ച് അധികം സമയമെടുക്കും. തേങ്ങയൊക്കെ വറുത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ ഈ ഒരു ഒറ്റ കറി മതി. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കുറേ കരിഞ്ഞു പോകും. അല്ല, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പം ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഇതിപ്പം വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊരു മഞ്ഞ നിറമായി പോവും. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തപ്പം തേങ്ങയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് ചെറുതായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ട് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എക്സ്ട്രാ മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല നമുക്കിവിടെ. 3 മീഡിയം സൈസ് പച്ചമുളക് നടുവേ കീറിയതും, 1 സവോള ചെറുതായിട്ട് അരിഞ്ഞതും, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാല ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തത്തെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, ഉള്ളിയൊക്കെ വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ടാണ്. അത് ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചാറിൻ്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിള വന്നതിന് ശേഷമാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. 1 കിലോ ചിക്കനാണ് ഞാനിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കണം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ അത് കുറുകി അങ്ങനെ വേണം അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ചിക്കനിൽ നിന്നെല്ലാം വെള്ളമൊക്കെ ഇറങ്ങി ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്, വറ്റി തുടങ്ങുന്നുണ്ട് ചാറ്. ആ സമയത്ത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇളക്കി മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും, കുരുമുളക് പൊടിയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ചാറൊക്കെ വറ്റി നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.